ഹായ് ഹലോ നമസ്കാരം. ഞാൻ രൂപ ഉദയകുമാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലായാലും വാർത്താ മാധ്യമങ്ങളിലായാലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയായിരുന്നു നമ്മുടെ പ്രശസ്ത മോഡലും സിനിമാ നടിയുമൊക്കെയായ ഹണി റോസ് ഒരു പരാതി നൽകിയിരിക്കുന്നു. പക്ഷേ ആർക്കെതിരെയാണ് ഈ പരാതി എന്നുള്ളതിൽ എല്ലാവർക്കും ഭയങ്കര സംശയമായിരുന്നു. ആർക്കായിരിക്കും ആർക്കെതിരെയായിരിക്കും ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത്? അപ്പോൾ പല അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലൊരു പേർ എപ്പോഴും വളരെ ഉച്ചസ്ഥായിയിൽ തന്നെ നിന്നിരുന്നു. അതുപോലെ തന്നെ ആ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ഹണി റോസ് ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. മറ്റാരുമല്ല, അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിക്കുന്നു, ദ്വന്ദ്വാർത്ഥ ചൊവ്വയോടുകൂടി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രമുഖനായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെയാണ് ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത്. എന്താണ് പരാതിയുടെ ഇതിവൃത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല പ്രോഗ്രാമുകളിലും ഹണി റോസ് ഉദ്ഘാടനത്തിനെത്തുമ്പോഴോ അല്ലെങ്കിൽ മോഡലിങ്ങിലായാലും അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട ഏതൊരു സ്റ്റേജ് ഷോകളിലും നമ്മുടെ വ്യവസായി, അതായത് ബോബി ചെമ്മണ്ണൂർ വരുമ്പോൾ വളരെ ദ്വന്ദ്വാർത്ഥ ചൊവ്വയോടുകൂടിയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അത് എൻ്റെ ഫാമിലിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നാണ് ഹണി റോസ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ചെമ്മണ്ണൂരിനെതിരെ പോലീസ് പരാതി ഏറ്റെടുത്തിരിക്കുന്നു. അത് എത്രത്തോളം വിജയിക്കും എന്നൊന്നും അറിയില്ല. പക്ഷേ ഹണി റോസ് പറയുന്നത്, നിങ്ങളുടെ പണം നിങ്ങളുടെ പെട്ടിയിൽ വയ്ക്കൂ, ഞാൻ നിയമത്തിൻ്റെ വഴിയിൽ പോകട്ടെ എന്നാണ് ഹണി റോസ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് വായിച്ചു ചേർക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആരുടെ കൂടെയാണ്? ഹണി റോസിൻ്റെ ഒപ്പമാണോ അതോ ചെമ്മണ്ണൂരിൻ്റെ കൂടെയാണോ? കുറേ പേർ പറയുമായിരിക്കും, ഞങ്ങൾ ചെമ്മണ്ണൂരിൻ്റെ കൂടെയാണ്. ഹണി റോസ് ഇത്തരത്തിൽ മോശമായ വസ്ത്രധാരണം, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത വസ്ത്രധാരണ രീതി, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവരെ നമുക്ക് വെറുക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെയാണോ ഒരു സ്ത്രീ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പൊതുവേദികളിൽ ഇങ്ങനെയാണോ പ്രത്യക്ഷപ്പെടേണ്ടത്? അതുതന്നെയാണല്ലോ ചെമ്മണ്ണൂർ പറഞ്ഞതെന്ന്. എന്നാൽ ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നേയില്ല. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾക്ക് ഏത് വസ്ത്രമാണോ കംഫർട്ട്, അവൾ ഏത് തൊഴിലാണോ ചെയ്യുന്നത്, ആ തൊഴിലിൽ നിലനിന്നുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ പിന്നെ ആരെയാണ് അവൾ ഭയക്കേണ്ടത്? അവരുടെ വസ്ത്രധാരണ രീതി വെച്ചിട്ട് നമുക്ക് ആ സ്ത്രീയെ വിമർശിക്കാനുള്ള അധികാരമോ അവകാശമോ ഉണ്ടോ? ഒരിക്കലുമില്ല. ഹണി റോസ് അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൊഫഷനാണ്, അത് അവരുടെ ജീവിത മാർഗമാണ്. അത് അവരെ ജീവിതത്തിൽ എത്രത്തോളം കൈപിടിച്ചുയർത്തുന്നു അതുപോലെ അവർ ജീവിക്കട്ടെ. പക്ഷേ ഞാൻ ഒരിക്കലും ഹണി റോസ് അത്രയും വൾഗറായ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു വൾഗാരിറ്റി ആയിട്ട് തോന്നിയിട്ടുമില്ല. പിന്നെ ഹണി റോസ് എന്ന പേര് പോലെ തന്നെ വളരെ മനോഹരമായ ശാലീന സൗന്ദര്യമുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഹണി റോസ്. അപ്പോൾ ആ മേനി അഴകിൻ്റെ കൂടെ അവരുടെ വസ്ത്രധാരണവും കൂടി വരുമ്പോൾ അവരെ കുറ്റം പറയുന്ന, അവരെ വിമർശിക്കുന്ന ആളുകൾക്ക് പിന്നെ എന്താണ് പറയാൻ പാടില്ലാത്തത്? ഞാൻ ഹണി റോസിൻ്റെ കൂടെ തന്നെയാണ്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് തന്നെ ആയിരിക്കാം. പക്ഷേ എന്നിരുന്നാലും സ്ത്രീകളോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ, ഏതൊരു പൊതുവേദി ആവട്ടെ, ഏതൊരു ഇൻ്റർവ്യൂ ആവട്ടെ, ഏത് മേഖലകളിൽ നിന്നും അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും അവിടെ ഒരു ദ്വന്ദ്വാർത്ഥ പ്രയോഗം പറയാറുണ്ട്. രണ്ട് അർത്ഥത്തിലാണ് അദ്ദേഹം ഒരു കാര്യത്തെ വിമർശിക്കുന്നത്. അത് കേൾക്കുന്നവർക്ക് മോശമായിട്ടും തോന്നാം, നല്ല രീതിയിലും എടുക്കാം. പക്ഷെ അത്തരത്തിൽ ഒരു സ്ത്രീയുടെ മുന്നിൽ നിന്ന് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ വിമർശനങ്ങളെ നേരിടേണ്ടി വരും. അതിനെതിരെ അവർക്ക് പ്രതികരിക്കേണ്ടതായും വരും. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകല്യങ്ങളിൽ പെടുന്നു. പക്ഷേ അദ്ദേഹം എന്ന് പറയുന്ന സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന, മറ്റൊരാളെ സഹായിക്കുന്ന അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ദ്വന്ദ്വാർത്ഥ പ്രയോഗത്തോടുകൂടി, അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിക്കാൻ പാടുള്ളതല്ല. കാരണം അദ്ദേഹത്തിൻ്റെ വാല്യൂ ഈ സമൂഹത്തിൽ എന്താണെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് പോലും ഒരു സ്ത്രീയെ പരാമർശിക്കുമ്പോൾ, ഒരു സ്ത്രീയെ നേരിൽ കാണുമ്പോൾ, അപ്പോൾ ആ സ്ത്രീയുടെ വസ്ത്രധാരണ രീതി നോക്കിയിട്ടോ ആ സ്ത്രീയുടെ പെരുമാറ്റം കണ്ടിട്ടോ ഒന്നും നമുക്ക് ആരെയും വിലയിരുത്താൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പദപ്രയോഗവും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പലരിൽ നിന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കാതെ ജീവിക്കാൻ
പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പണം എന്ന് പറയുമ്പോൾ തീർച്ചയായും പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്നുള്ള പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ, അതുമായി ചേർന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള മോശ പദപ്രയോഗങ്ങൾ, സ്ത്രീകളെ ബഹുമാനിക്കാതിരിക്കുക, സ്ത്രീകൾക്കെതിരെ ഇതുപോലുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ അദ്ദേഹം ഒന്ന് സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും, കയ്യിൽ നിന്ന് വീണാൽ വായിൽ നിന്ന് വീണാൽ എടുക്കാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ തന്നെയാണ്. പിന്നെ ഹണി റോസിനെ കുറിച്ച് മോശമായ കമൻറ്റുകൾ എഴുതുന്നവരോടോ മോശം പരാമർശങ്ങൾ നടത്തുന്നവരോടോ ഒന്നും തന്നെ പറയാനില്ല. കാരണം അത് അവരുടെ ഒരു മാനസിക വൈകൃതമായി തന്നെ കരുതുന്നു. ഹണി റോസിന് എല്ലാ പിന്തുണയും ഞാൻ നൽകുന്നു. ഇനി എൻ്റെ പിന്തുണ കൊണ്ട് ഹണി റോസ് അവിടെ വിജയിക്കുമെന്നല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഹണി റോസിൻ്റെ കൂടെയാണ്. അത്രയേ ഉള്ളൂ.